നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ബാലനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ധർമ്മനും ആരനും ആകാശവും എല്ലാരും ചേർന്നിട്ട്. ആ സമയത്ത് ബാലൻ പറഞ്ഞു, മതിയടാ, ഇത്ര സൗന്ദര്യമൊക്കെ മതി എന്ന് പറഞ്ഞു. ഇത്രയും കൂടെ നന്നാക്കാനുണ്ടെന്ന് ധർമ്മം പറഞ്ഞു. ആകാശം വീഡിയോ പിടിക്കാൻ തുടങ്ങി, ഒരുക്കുന്നതിന്റെ ഒക്കെ വീഡിയോ. ഈ സമയത്ത് ഉദയഭാനു പതുക്കെ മുറിയിൽ നിന്നെഴുന്നേറ്റു. ബാലന്റെ മുറിയിലേക്ക് പോകണം. 10 ലക്ഷം രൂപയുടെ സ്വർണം എവിടെ ഇരിക്കണേന്ന് അറിയണം. അങ്ങനെ പാത്തും പതുങ്ങി ഹാളിലേക്ക് വരുവാണ്. ഈ സമയത്ത് സുകന്യയ്ക്ക് ഉറക്കം വന്നില്ല. സുകന്യ ഓർത്തു, ഉദയഭാൻ സാർ ഉറങ്ങി കാണുമോ? ഈ വലിയ ബിസിനസ് മാഗ്നറ്റ് ഒക്കെ പെട്ടെന്നൊന്നും ഉറങ്ങത്തില്ല, അവര് താമസിച്ചല്ലേ ഉറങ്ങത്തുള്ളൂ. ആ സിംഗപ്പൂർ ലൈസൻസിനെ കുറിച്ചൊന്ന് ചോദിക്കണം. അല്ല, പ്രീമിയം ലൈസൻസ് എടുത്ത് തരാമെന്നല്ലേ പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ഉദയഭാൻ സാറിനോട് ഒന്ന് സംസാരിച്ചാലോ? ഇതാണെങ്കിൽ പറ്റിയ സമയം, ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങി കാണുമായിരിക്കും. ഒന്ന് മുറിയിലേക്ക് ചെന്ന് നോക്കാന്ന് കരുതി സുകന്യ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഹാള് നിൽക്കുന്ന ഉദയഭാനു ബാലന്റെ മുറിയിലേക്ക് പോകാൻ വന്നാണ്. ഇരുട്ടാണ്. ഇരുട്ടത്ത് ഉദയഭാനു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞപ്പത്തിനും പെട്ടെന്ന് സുകന്യ അങ്ങോട്ട് വരുവാണ്. സുകന്യ കണ്ടിഞ്ഞപ്പോൾ ഉദയഭാനു ഓർത്തു, ഇവളെന്തിനാ പോലും ഇങ്ങോട്ടേക്ക് വന്നേ? എന്റെ ദൈവമേ, ഈ പണ്ടാരത്തിനെ കൊണ്ട് ഒരു സമാധാനം ഇല്ലല്ലോ. ഇവള് കള്ളത്തരങ്ങളൊക്കെ പൊളിക്കോ എന്നൊരു ചിന്ത ഉദയഭാനുവിന്റെ മനസ്സിലുണ്ടായി. പെട്ടെന്ന് സുകന്യ വന്നിട്ട് ചോദിച്ചു, ഉദയഭാനു സാറോ? സാറെന്തായി ഇരുട്ടത്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അല്ല പിന്നെ ഞാൻ ഇരുട്ടത്ത് നിൽക്കുമല്ല സുകന്യ, ഇരുട്ടത്തോടെ നടക്കുമായിരുന്നു. നടക്കണോ? ഇതെന്തിനാ ഇരുട്ടത്തോടെ നടക്കണേ? സുകന്യക്ക് അത്ര വലിയ ബുദ്ധിയും ബോധമൊന്നും ഇല്ല എന്നുള്ള കാര്യം ഉദയഭാനു മനസ്സിലായി. ഉദയഭാനു പെട്ടെന്ന് പറഞ്ഞു, അതെ, ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഇരുട്ടത്തോടെ ഒരു കുറച്ച് സമയം നടക്കണമെന്ന് പറഞ്ഞു. അതെന്തിനാ? അങ്ങ് സിംഗപ്പൂരൊക്കെ അങ്ങനെയാന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അതെന്നെ, അവിടെ അങ്ങനെയാ. നല്ല കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലേ നമ്മളിങ്ങനെ ഒരു കുറച്ച് സമയം ഇങ്ങനെ നടന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനും ഉദയഭാനു സാറിൻ്റെ കൂടെ നടക്കാം. ഉദയഭാനു പെട്ടുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഉദയഭാനു പറഞ്ഞു, രണ്ടുപേരും ഒരുമിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. നമുക്ക് നല്ല കാലം ഉണ്ടാകത്തില്ല. ഓരോരുത്തരും വേറെ വേറെ വേണം നടക്കാനായിട്ട്. സുകന്യ ഒരു കാര്യം ചെയ്യുക, മുറിയിലേക്ക് പോയിട്ട് അവിടെ മുറി പോയി നടക്കാൻ പറഞ്ഞു. അല്ല, എത്ര സമയം നടക്കണോ ഉദയഭാനു സാറേ ഇങ്ങനെ? അതോ 10 ലക്ഷത്തിന്റെ സ്വർണം കൈ കിട്ടുന്നവിടം വരെ? 10 ലക്ഷത്തിന് സ്വർണ്ണോ? അല്ല, ഞാൻ പറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും നടക്കണം മുറിയിൽ പോയിട്ട്. ആണോ? അങ്ങനെയാണ് ഇപ്പൊ തന്നെ ഞാൻ പോയി നടക്കാന്ന് പറഞ്ഞു. പിന്നീട് അങ്ങ് തിരിഞ്ഞിട്ട് ചോദിച്ചു, അല്ല, ഈ പ്രീമിയം ലൈസൻസിന്റെ കാര്യം എന്തായി ഉദയഭാനു സാറേ? അതിന് പണം വേണമെന്ന് പറഞ്ഞ് എത്ര രൂപ ചെലവാകുമെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ അത് ഉദയഭാനു ഒന്ന് പതറി. പിന്നീട് പറഞ്ഞു, ഒരു 5 ലക്ഷം കൂടെ വേണ്ടി വരും. 5 ലക്ഷമോ? 5 ലക്ഷം വേണോ? വേണ്ടി വരുമെന്ന് പറഞ്ഞു. സുകന്യ മുറിയിലേക്ക് പോയി. ഉദയഭാനുവിന് സമാധാനമായി. ഇനി കുറച്ച് സമയത്തേക്ക് അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങില്ല. അതുവരെ തനിക്ക് സമയമുണ്ട്. ആ സമയത്തുള്ള തന്റെ കാര്യം നടത്തണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഈ സമയത്ത് ബാലനെ ഒരുക്കി. ബാലന്റെ മുഖത്ത് കുറച്ച് കൺമഷിയും ഐലൈനറും ഒക്കെ പുരട്ടി അങ്ങനെ ഒരു പരുവത്തിലാക്കി വെച്ചേക്കുക. ആകാശ് ഇതൊക്കെ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. ആരെയും നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, അച്ഛനെ ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ചെറുപ്പക്കാരനായിട്ടുണ്ട്. ധർമ്മം പറഞ്ഞു, അത് ശരിയാ. എടാ, എന്നെ കണ്ടാൽ ഇപ്പൊ എത്ര പ്രായം പറയും? ഒരു 40, 45, അതിൽ കൂടത്തില്ല എന്ന് പറഞ്ഞു. കൊള്ളാം, അത്രയ്ക്ക് എന്നെ അങ്ങ് ചെറുപ്പക്കാരനാക്കണോ? എന്റെ അളിയനെ അറിയത്തില്ലാത്തോണ്ട് അളിയന്റെ സൗന്ദര്യം. ഇപ്പൊ ഞങ്ങളെക്കാളും ചെറുപ്പക്കാരനായിരിക്കുന്ന ആരെന്നറിയോ? അളിയനാന്ന് പറഞ്ഞു. ഈ സമയം ആരും പറഞ്ഞു, അത് ശരിയാ, അച്ഛൻ ഒന്നുകൂടെ ചെറുപ്പമായിട്ടുണ്ട്. ധർമ്മം പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? അളിയൻ ചെറുപ്പമായി, പക്ഷേ എന്റെ ചേച്ചി അളിയന് ചേർത്തില്ല എന്ന് പറഞ്ഞു. ചേർത്തില്ലെന്നോ? അതേന്നേ, അളിയൻ ഇത്ര നല്ല ചെറുപ്പമായ സ്ഥിതിക്ക് അളിയന് വേറൊരു പെണ്ണൊക്കെ കിട്ടി നല്ല സുഖമായിട്ട് ജീവിച്ചു കൂടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, നീ എന്തൊക്കെയാണ് ധർമ്മ പറയണേ? അതെ അളിയ, ഞങ്ങളുടെ കാഴ്ചപ്പാടല്ലേ അളിയൻ എന്താണെങ്കിലും ഇനി ചേച്ചി ചേർത്തില്ല. അല്ലേടാ ആര്യാന്ന് ചോദിച്ചു. നല്ലൊരു ചെറുപ്പക്കാരി പെണ്ണ് വരുന്നതല്ലേ നല്ലത്. എന്റെ അളിയന് ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഈ കോമതി ചേച്ചി ഉണ്ടല്ലോ, അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്ന് പറഞ്ഞു. ഇതെല്ലാം ആകാശം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഞാനേ ദോശ കഴിച്ചിട്ട് ഇച്ചിരി ചമ്മന്തി ചോദിച്ചു കഴിയുമ്പോഴത്തേനും ആദ്യം ചമ്മന്തി തരും, പിന്നെ ചോദിച്ചു കഴിയുമ്പോൾ പറയും ഇച്ചിരി പഞ്ചാര കൂട്ടി തിന്നിട്ട് പോടാന്ന്. അത് ശരിയായിട്ടുള്ള കാര്യമാണോ? വേറൊരു പെണ്ണ് വരുവാണെങ്കിൽ എനിക്ക് നല്ല ദോശയും ചമ്മന്തി ഉണ്ടാക്കി തരും. അത് മാത്രല്ല അളിയ, ഇനി കെട്ടുന്ന പെണ്ണ് നല്ല പെൺകുട്ടിയായിരിക്കണം. വീട്ടിൽ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നവളായിരിക്കണം. അങ്ങനെ ഒരു പെണ്ണിനെ അളിയൻ കിട്ടിയാൽ മതി. സാരമില്ല, അങ്ങനെ ഒരു പെൺകുട്ടി ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം, നല്ല ചെറുപ്പക്കാരി ഒരെണ്ണത്തിനെ. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, എടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. പക്ഷെ അതിപ്പോ വേണ്ട അളിയ, നമുക്ക് പെണ്ണ് കാണാൻ പോകണ്ടേന്ന് ചോദിച്ചു. ആദ്യം അതിനുമുമ്പ് ഡിവോഴ്സ് നടത്തണമെന്ന് പറഞ്ഞു. ശരിയാ, ഡിവോഴ്സ് നടത്തണം. ഗോമതിയെ ഡിവോഴ്സ് നടത്താം, അതിനുശേഷം മതി നമുക്ക് കല്യാണം. ധർമ്മം പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം,
നല്ലൊരു വക്കീലിനെ വിളിക്കാം, ഡിവോഴ്സിനുള്ള ഏർപ്പാടൊക്കെ നടത്താം. അത് പിന്നെ ഇപ്പൊ വേണ്ട, വീട്ടിൽ ചെന്നിട്ട് ഈ ട്രിപ്പ് കഴിഞ്ഞ് ചെന്നിട്ട് ഗോമതിയെ ഡിവോഴ്സ് ചെയ്യാം. ആര്യം പറഞ്ഞു, എങ്കിൽ ശരി, അച്ഛന് വേണ്ടി നല്ലൊരു പെൺകുട്ടി ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം, കല്യാണം നടത്തി തരാം. അതെ, എന്റെ മക്കൾ മുന്നിട്ടിറങ്ങി നിന്ന് എന്റെ കല്യാണം നടത്തണം, നല്ലൊരു ചെറുപ്പക്കാരിയെ. ബാലനിത് പറഞ്ഞപ്പോ ആര്യം പറഞ്ഞു, അത് ശരിയാച്ച, നല്ലൊരു കാര്യമാന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, അളിയും ധൈര്യമായിട്ടിരുന്നു, ഞങ്ങൾ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കും. പിന്നെ ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ അളിയെ നോക്കണം, ചേച്ചി പോരുന്നേ, അല്ലെങ്കിലും ചേച്ചി ഈടായിട്ട് അത്ര ശരിയല്ല എന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലല്ലേ, അതുകൊണ്ട് ചേച്ചിയുടെ അഹങ്കാരം കുറയ്ക്കാനായിട്ടെ അളിയെ നല്ലൊരു ചെറുപ്പക്കാരി പെൺകൊച്ചിനെ കല്യാണം കഴിക്കണം, നല്ല സുഖമായിട്ട് ജീവിക്കണം. ബാലൻ പറഞ്ഞു, ഓ, എൻ്റെ മക്കൾക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അച്ഛൻ്റെ കല്യാണം മക്കൾ അതിഗംഭീരമായിട്ട് നടത്തി തരണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ഏറ്റു, അതിഗംഭീരമായിട്ട് തന്നെ ഞങ്ങൾ കല്യാണം നടത്തും. അച്ഛനൊന്ന് ഇന്ന് തന്നാൽ മാത്രം മതി എന്ന് ആര്യം പറഞ്ഞു. പിന്നെ നമ്മൾ അടിച്ചു പൊളിക്കുമല്ലേന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, അത് ശരിയാ, ഇപ്പോഴാണ് എനിക്ക് ആ ബുദ്ധി ഉണ്ടാകുന്നേ, ഗോമതി അത്രയ്ക്ക് പോരെന്ന്. ഇതെല്ലാം ഷൂട്ട് ചെയ്തോണ്ടെന്ന് ആകാശ് പറഞ്ഞു, ശരിയാച്ചാ, എനിക്കത് പണ്ടേ തോന്നിയ കാര്യമാ. അമ്മയ്ക്കാണെങ്കിലോ എപ്പോഴും ഒരു ദോശയും ചമ്മന്തി സാമ്പാറും ഒക്കെ ഉള്ളൂ. ധർമ്മമാൻ പറഞ്ഞ പോലെ ചപ്പാത്തിയും മുട്ടക്കറിയും വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരാളെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കുമെന്ന് ചോദിച്ചു. പിന്നീട് ബാലൻ ആര്യോട് പറഞ്ഞു, എടാ ആര്യ, നിനക്കൊക്കെ എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നിന്നെ കുഞ്ഞുനാൾ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട്, കുറെ തല്ലിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ, സോറി ഇടാന്ന് പറഞ്ഞു. സോറി പറയാനോ, എൻ്റെ അച്ഛൻ എന്നെ തല്ലിയിട്ടുണ്ടെങ്കിലേ എന്നോടുള്ള സ്നേഹം കൊണ്ടാന്നറിയാം. എന്നെ അച്ഛൻ തല്ലുന്ന സമയത്ത് അച്ഛൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നുള്ള കാര്യം എനിക്കറിയാം. അച്ഛൻ സോറി പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലന് ആനന്ദിനെ വിളിച്ചിട്ട്, കേട്ടോടാ ആനന്ദേ, എൻ്റെ മോൻ പറഞ്ഞു കേട്ടോ, എന്തൊരു സ്നേഹമാണെന്നൊക്കെ എൻ്റെ മോനെ എന്നോട്, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. എൻ്റെ പൊന്നു മോനെന്ന് പറഞ്ഞ് ആരിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, എനിക്കും അയ്യോ ഉമ്മ എന്ന് പറഞ്ഞു. പിന്നെ നിനക്കില്ലാതിരിക്കുവോ, നീ എൻ്റെ മൂത്ത മോനല്ലേ എന്ന് പറഞ്ഞിട്ട് ധർമ്മനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഉദയഭാനും വീണ്ടും ബാലന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുവാണ്. അവള് ലൈസൻസും ചോദിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇപ്പൊ കൊടുക്കുന്നുണ്ട് അവൾക്ക് ലൈസൻസ്. അവളുടെ ലൈസൻസ് എന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്നൊരു ഗ്ലാസ്സിനിട്ട് ഒറ്റ തട്ട് കൊടുക്കണം. ഗ്ലാസ് താഴെ വീണ് ശബ്ദം ഉണ്ടായി. പെട്ടെന്ന് ഉദയഭാന് പോലും ഞെട്ടിപ്പോയി. പണി പാളിയോ എൻ്റെ ദൈവമേ, ആരെങ്കിലും കേട്ടോണ്ട് വരുമോ എന്നൊരു ചിന്ത. ഇത് ഉറങ്ങി കിടന്നോണ്ടിരുന്ന മീനാക്ഷിയും മിത്രം കേട്ടു. മിത്ര പറഞ്ഞു, മീനാക്ഷി ചേച്ചി എന്തൊരു ശബ്ദം കേട്ടില്ലേ, അത് വല്ല പൂച്ച വല്ലതും തട്ടിമറിച്ചായിരിക്കും, നമുക്ക് നോക്കാം, ഒന്ന് വരാനും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, രണ്ടുപേരും കൂടെ ഹാളിലേക്ക് വന്നു. ലൈറ്റ് ഇടാൻ പറഞ്ഞു മീനു. അങ്ങനെ മിത്ര ലൈറ്റ് ഇട്ടു. ഈ സമയത്ത് ഉദയഭാനു ആ സെറ്റിയുടെ സൈഡിൽ പതുക്കെ കുനിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒന്നും കാണുന്നില്ലോ മീനു എന്ന് പറഞ്ഞു. മീനു ചേച്ചി എന്ന് പറഞ്ഞു, അല്ല എന്തേലും താഴെ വീഴാൻ ശബ്ദം കേട്ടല്ലോ, പക്ഷെ എന്തേലും കാണണ്ടല്ലേ, ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് താഴെ ഒരു ഗ്ലാസ് കിടക്കുന്നുണ്ട്. ഓ, ഈ ഗ്ലാസ് വീണാന്ന് തോന്നേ. ഉദയഭാനു സന്തോഷിച്ചു, 2 ഗ്ലാസ് എടുത്തു വെച്ചു. താൻ ആ ഗ്ലാസ് എല്ലാം കൂടി ഉരുട്ടിയിട്ട് സമയത്ത് ഇങ്ങനെ ഒരു വൈതരണി പ്രതീക്ഷിച്ചില്ല. ഇവിടുമാർക്ക് ഇത് എന്തിന്റെ സൂക്കട, പോയി കിടന്ന് ഉറങ്ങിയാ പോരെ. വന്നിരിക്കുന്നു തന്റെ കഷ്ടകാലം നല്ലാതെ എന്തു പറയാനായിട്ട്. ഉദയഭാനുവിന് നല്ല ദേഷ്യവും സങ്കടമൊക്കെ ആയിരുന്നു അവരിറങ്ങി വന്നതിൽ. അപ്പോഴേക്കും മിത്ര പോയി ഫ്രിഡ്ജ് തുറന്ന് അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ തിരിയണ സമയത്ത് ഉദയഭാനു എന്ന് പറഞ്ഞു, ദൈവമേ, താൻ പിടിക്കപ്പെട്ടാന്ന് തോന്നേ. തന്റെ പേര് വിളിച്ചു. പതുക്കെ എഴുന്നേറ്റ് ചെല്ലുന്ന ബുദ്ധി, അല്ലെങ്കിൽ ഇനിയിപ്പോ ഇവിടെ ഒളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം വേറെ ഉണ്ടാവും. ഉദയഭാനു പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേനും മിത്ര മീനാക്ഷിയോട് പറഞ്ഞു, ആ ഉദയഭാനു സാറല്ലേ, അയാള് ശരിക്കും ഒരു വേട്ടോളേനാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കണ്ടിട്ട് പറയുന്നല്ല. അത് കേട്ടപ്പോ മീനു പറഞ്ഞു, അത് ശരിയാ, അയാൾ ഒരു നരകലിക്കാണ്, അല്ലെങ്കിൽ പിന്നെ അയാൾ ഇന്നും കൂടെ കെട്ടിയെടുക്കുവോ, അയാൾ എന്നെ കാണിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓ, അങ്ങനെ പോലെ ഒരു മരയൊന്നിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വന്തം മോളുടെ ജീവിതം അതെങ്ങനെയെങ്കിലും നമ്മളൊന്ന് കരിപ്പിടിപ്പിക്കാൻ ശ്രമിക്കുക. ശ്രീദേവിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്താണ് അയാൾ കയറി വന്നിരിക്കുന്നത്. മിത്രം ശരിയാ, അയാൾ കൂണ് കഴിച്ചിട്ട് അങ്ങോട്ട് പോയാൽ പോരെ, അയാൾ ഇവിടെ കിടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ. അപ്പോഴേക്കും അയാൾക്ക് ഇവിടെ കിടക്കണം. ഊണും കഴിഞ്ഞ് കാപ്പിയും കുടിച്ച് വൈകുന്നേരത്തെ അത്താഴം കഴിച്ചിട്ട് അയാൾക്ക് പോകാൻ പറ്റില്ല. അയാൾ ഓരോ നമ്പരൊക്കെ ഇട്ടോടെ നിൽക്കുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ശ്രീദേവി ചേച്ചിയുടെ അച്ഛനാന്നോർത്ത് മാത്രം സഹിക്കുന്നേ. മീനു പറഞ്ഞു, എനിക്കും അതുപോലെ തന്നെ മിത്രേ, എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ. അയാളൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. നമ്മുടെ ഉള്ള സ്വസ്ഥത സമാധാനം എല്ലാം കളഞ്ഞു. നല്ലൊരു ട്രിപ്പല്ലായിരുന്നു നമ്മളൊന്ന് പ്ലാൻ ചെയ്തേ, എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സങ്കടപ്പെടുവാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ മീനു ചേച്ചി അയാളുടെ മുറി കയറി അയാൾക്കിട്ട് 4 എണ്ണം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാ, എനിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ 4 എണ്ണം കൊടുക്കുവാണെങ്കിൽ പ്രശ്നമില്ല.
പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നീട് അവർ മുറിയിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ഉദയഭാനുവിന് ശ്വാസം വേണം. ഓ, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിലോ പിടിക്കപ്പെട്ടാനാ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഉദയഭാനു ഒടുവില് ബാലന്റെ മുറിയിലേക്ക് പോവാണ്. ഈ സമയത്ത് ബാലന്റെ അടുത്ത് ഇച്ചിരിയോടെ അടുത്തിരുന്നിട്ട് ആര്യം പറഞ്ഞു, അച്ഛന് സങ്കടം ഉണ്ടോന്ന് ചോദിച്ചു. എന്തിന്? അല്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ. ഓ, എന്ത് സങ്കടം? നീയും ഇവനും എല്ലാം എൻ്റെ മക്കളല്ലേ, അല്ല നിങ്ങൾക്കൊന്നും ഉറക്കമില്ലേന്ന് ചോദിച്ചു. ഉറങ്ങണം, എങ്കിൽ പിന്നെ കിടന്ന് ഉറങ്ങാൻ നോക്കൂ. ആനന്ദ് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട്. എന്താ? ഇന്ന് അച്ഛനോടൊപ്പം അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന്. അതാണോ? ഇങ്ങോട്ട് പാടാ മക്കളെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ബാലനും മക്കളും കൂടെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുവാണ്. ഇത്ര സന്തോഷിച്ച ദിവസങ്ങൾ ഈ അടുത്ത കാലത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ബാലനിലുണ്ടായ മാറ്റം അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഇതേ സമയം ഉദയഭാനു പോയി ബാലന്റെ മുറി സെർച്ച് ചെയ്യണം. അങ്ങനെ അലമാരി തുറക്കാൻ തുടങ്ങുന്ന സമയത്താണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീദേവി ഒന്ന് നോക്കി. ഉദയഭാനു പെട്ടെന്ന് പറഞ്ഞു, മോളെ ഞാന്. ശ്രീദേവി ഉദയഭാന്റെ കയ്യെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാണ്. മുറ്റത്തേക്ക് ഇറക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ എന്നാലും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. മോഷണമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. മോളെ, അയ്യോ, ഞാൻ മോഷ്ടിക്കാൻ വേണ്ടി കയറിയതൊന്നും അല്ല. വേണ്ട, കള്ളം എന്നോട് പറയണ്ട എന്റെ പൊന്നു മോളെ, ഞാൻ അതിനുവേണ്ടി കയറിയതൊന്നും അല്ല. ബാലിന്റെയും ഗോവിന്ദയുടെയും മുറി ഒന്ന് പരിശോധിക്കാൻ കയറിയതാ. 10ക്കും വേണം മുറി. 10 കെട്ടുള്ളൂ. ആ മുറി താമസിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടകാലമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് നോക്കിയതാന്ന് പറഞ്ഞു. ദേ അച്ഛന്റെ ഊടായ്പകളൊന്നും എൻ്റെ അടുത്ത് വേണ്ട. അച്ഛനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛന്റെ മോളോട് തന്നെ വേണം ഇത് പറയാനായിട്ട്. നാണമുണ്ടോ നീക്ക്? അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതം എന്തായി തീരുമെന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുവോ. അപ്പോഴും മോഷ്ടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അച്ഛനാണ് പോലും. ഈ സമയത്ത് ഉദയഭാനു പറഞ്ഞു, മോളെ നീ എന്ത് വേണം പറഞ്ഞു, പക്ഷെ അച്ഛനെ കുറ്റപ്പെടുത്തരുത്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. നിനക്കൊരു ദ്രോഹം വരണമെന്ന് വിചാരിച്ചിട്ടല്ല. മിണ്ടരുത്, കടന്നു പോയിക്കോണം എന്റെ കൺമുന്നിന്ന്. നിങ്ങൾ പല നമ്പരും ഇടുമെന്ന് എനിക്കറിയാം. ഇത്രയെങ്കിലും നാണോ ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വീട്ടിലേക്ക് വരില്ലായിരുന്നു. എന്റെ ജീവിതം താർക്കാൻ ശ്രമിക്കില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് ഇറക്കി വിടാൻ ഒരുങ്ങുവാണ് ശ്രീദേവി ഉദയഭാനുവിനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.